ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളിനും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്കുള്ള സൈഡ് ഡിഷും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈന്തപ്പഴം അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണിയിലേക്കൊക്കെ കുറച്ചൊരു മധുരമുള്ള അച്ചാറൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ആ ഒരു കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബിരിയാണിയും അതിലേക്കുള്ള സൈഡ് ഡിഷൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഞാൻ അളവ് പറയുന്നില്ല കേട്ടോ. കാരണം ചിക്കന് ചിലവർ 1 പീസ് കഴിക്കുന്നവരുണ്ടാവും, ചിലർ ഒരു 2 പീസ് കഴിക്കുന്നവരും 3 പീസ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കുക കേട്ടോ. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിലൊക്കെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചിക്കനിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈന്തപ്പഴ അച്ചാറും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഉലുവയും 3/4 ടീസ്പൂൺ കടുകും ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട, ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. തണുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മളിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ് കേട്ടോ, നല്ല എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അച്ചാറിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് തന്നെ. ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ഞാനിവിടെ ഒരു 1.5 കപ്പോളം ഈത്തപ്പഴം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ നീളത്തിലിട്ടോ മുറിച്ചെടുക്കുക. ഞാനിവിടെ ചെറുതായിട്ടാണ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ഉലുവയും കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളവും പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലൂസിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളവും ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ആ ഒരു ഒന്ന് ബാലൻസായി, പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വരും കേട്ടോ. തണുത്ത് കഴിയും തോറും തിക്കായിട്ട് വരും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട നല്ലൊരു അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു അച്ചാറാണ് കേട്ടോ. ബിരിയാണിയിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയുടെ പരിപാടികളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ പൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ബിരിയാണി മസാല റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഞാനിതാ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തക്കോലം,
സാജീരകം, ജാതിപത്രി, ജാതിക്ക, തക്കോലം എല്ലാം ചെറിയൊരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആവരുത്. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ആ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ജാറിൽ തന്നെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ഇതും ഇവിടെ റെഡിയായി. പിന്നെ ഞാനിതാ ചിക്കനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ വലിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂണും അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ മാത്രം മതി. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നിട്ട് 2 സവാള നല്ല നൈസായിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കാം. പിന്നെ ഓയിലിൻ്റെ നെയ്യിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഒരുപാട് ഓയിലും നെയ്യും ഉള്ള ബിരിയാണിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്തവരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നെയ്യും ഓയിലൊക്കെ ഇഷ്ടമുള്ളവർ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സ് ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കുക. ഇവിടെ മക്കൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. ചോറിൽ നട്ട്സൊക്കെ ഉണ്ടാവുന്നത് അവരിങ്ങനെ പെറുക്കി മാറ്റി വെക്കും. അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു ഉള്ളി പൊരിച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴുള്ള ചോറിന് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ കിട്ടുക. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് മാറ്റി വെച്ചിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഓയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ, അതായത് മലപ്പുറം ഭാഗത്തൊക്കെ മസാല വേറെയും റൈസ് വേറെയുമാണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു തുണിയോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ റൈസ് ഊറ്റിയിട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ രണ്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് സെർവ് ചെയ്യാറുള്ളതും. ദം ചെയ്യുമ്പോൾ ഒന്നിച്ച് ആ ഒരു റൈസ് മസാലയിൽ ചേർക്കാതെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മസാലയൊക്കെ വളരെ കുറച്ച് മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പൊരിച്ച ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 തക്കാളി, നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയും കൂടെ മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ദം ചെയ്തെടുക്കാനുള്ള റൈസും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ റൈസ് തിളപ്പിച്ച് ഊറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ നെയ്ച്ചോറ് പോലെ വെക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ റൈസിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 3 നാഴി അരി. 1 കിലോന് തികച്ചില്ല, ഒരു 3/4 കിലോനേ ഉണ്ടാവുള്ളൂ. ഈ ഒരു റൈസ് 3 നാഴി അരി നമുക്കൊരു 6 പേർക്ക്, നന്നായിട്ട് കഴിക്കുന്നവർക്ക് ഒരു 6 പേർക്ക് എന്തായാലും സെർവ് ചെയ്യാനുണ്ടാവും. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7-8 പേർക്കൊക്കെ സെർവ് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോഴേക്കും മസാലയിലുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 ഇല്ലി കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടി ചേർത്ത് കൊടുത്ത സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ചോറും അവിടെ കുക്കായി വരുന്നുണ്ട്. ചോറ് ഞാനൊരു 90% വേവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് അരി ഞാൻ ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ, ജോക്കറാണ് കേട്ടോ അരി. അപ്പോൾ ഓരോ അരിക്കനുസരിച്ചിട്ടും വേവിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൈമരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വേവിക്കേണ്ടി വരില്ല. അപ്പോൾ ഓരോ അരിക്കനുസരിച്ചിട്ടാണ് വേവ്. ഈ അരി നമുക്ക് ബിഗിനേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അരിയാണ് ജോക്കർ. കാരണം അങ്ങനെ ഓവറായിട്ട് വെന്ത് പോകുന്നില്ല കേട്ടോ, അങ്ങനത്തെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിപ്പോൾ 90% കുക്കായി വന്നിട്ടുണ്ട്. ഊറ്റിയെടുത്തിട്ട് ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്കിതാ ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുത്തതൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഓയിലും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് നെയ്യും ഓയിലും കൂടെ ചേർന്നിട്ടുള്ളത് അതും ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഞാൻ ഈ ഒരു റൈസിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടെ പൊടിച്ചതും കൂടെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പാനിൽ ഒരു 2 ലെയറായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുകളിൽ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവി ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മൂടി വെച്ച് കൊടുക്കാം. ഇനി എന്താ സൈഡിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഇതുപോലെ ഇവിടെ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ ആവി ഒട്ടും പുറത്തേക്ക് പോവില്ല. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. 20 മിനിറ്റ് ശേഷം ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്നിട്ടില്ല. അപ്പോൾ തുറന്നാൽ ചൂടാറും. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇനി തുറക്കുകയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് സലാഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കുംബർ, ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട 2 സൈഡ് ഡിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആ ബിരിയാണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് മുകളിലൊക്കെ നിന്നിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു പാനിൽ നിറയെ ഉണ്ടായതുകൊണ്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് റൈസൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ അതാ ചിക്കനൊക്കെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയും അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്